ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു ക്രീമി ചിക്കൻ കറി ആയിട്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും നൂലപ്പത്തിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തി റോട്ടീസ് ഉണ്ടാവില്ലേ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ മാറ്റി എടുക്കണം കേട്ടോ. ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കണേ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മീറ്റ് മസാല കേട്ടോ. ഇത് വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. അത് കാരണം ഞാൻ 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കട്ട തൈര് വേണം കേട്ടോ. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കില്ലേ, അതേപോലത്തെ ബട്ടർ ചിക്കനിൻ്റെ ചാറ്റിനാനും പറയാൻ പറ്റും കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് മസാല റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഓപ്ഷനാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ചും ബട്ടറും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടില്ല. വെളിച്ചെണ്ണ ചേർത്താൽ വേറെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്കിതിലേക്ക് ഒരു സവാളയും 4 വെളുത്തുള്ളിയും 2 പച്ചമുളകും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇതെല്ലാം കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അത് സോട്ടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. എരിവ് ഞാൻ കുറച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനാണ് കുറച്ച് എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂട്ടിയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂണോ കുറച്ച് 1 ടേബിൾ സ്പൂണിനെക്കാട്ട് കുറച്ച് കുറവ് മുളക് പൊടി എടുത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല ഇട്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി പൊടികളുടെ പച്ചമണം മാറുമ്പോൾ വരെക്കും ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം
പൊടികളിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. ഈ സമയത്ത് അടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയല്ല കേട്ടോ. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് എടുക്കാം. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് സൈഡിലേക്ക് വെക്കാം കേട്ടോ. ചൂട് പോയ ശേഷം നമുക്കിത് ഒരു കാര്യം കൂടി ചെയ്തിട്ട് എടുക്കണുണ്ട് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മസാല, നമുക്ക് അതിനെ റെഡിയാക്കി വയ്ക്കുക. ഇനി ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടല്ലേ ചിക്കന്, അത് നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ബട്ടർ വേണമെങ്കിൽ ബട്ടർ എടുക്കാം, സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് അതിൽ യൂസ് ആക്കാം കേട്ടോ. നമ്മൾ ചിക്കന് ഫ്രൈ ആയിട്ട് ഇട്ടണം കേട്ടോ. കണ്ട 2 സൈഡ് നന്നായിട്ട് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് നമ്മൾ ചിക്കൻ അവിടെ ഫ്രൈ ആവട്ടെ. ഇത് ചൂട് മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഇത് ഒരു 10 കാഷ്യൂനട്ട് നമുക്ക് ആദ്യം തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ വെള്ളത്തോട് കൂടിയിട്ട് വെച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളമല്ലേ, അത് ഒഴിക്കാൻ ആവശ്യം വരില്ല കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇത് നമുക്ക് ഇതൊന്ന് സ്റ്റെയിൻ ചെയ്തിട്ട് എടുക്കാം. കണ്ട നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എടുക്കാം കേട്ടോ. വേറെ ബോളിലേക്ക് മാറ്റി വയ്ക്കുക. കണ്ട നമ്മളിത് സ്റ്റെയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് സൈഡിലേക്ക് വയ്ക്കുക. ഇനി നമുക്ക് സെയിം പാനിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ മസാലയുടെ ഗ്രേവി നമുക്കിതിലേക്ക് അയച്ചു കൊടുക്കാം. വെച്ചെടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ചില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഇത്രയല്ല കേട്ടോ. ടേസ്റ്റിനൊക്കെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ കസ്തൂരി മേത്തില്ലേ, അത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും, ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയല്ല, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.